ഹായ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മാംഗ്ലൂരിൽ ഫുഡ് സ്ട്രീറ്റിൽ പോവുകയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് ക്യൂ ഉണ്ട്, നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മോളിൻ്റെ അകത്തേക്ക് കയറി. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ആദ്യം തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇഫ്താറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, എന്തായാലും അതിന് ടൈം ഉണ്ടാവില്ല. ടൈമല്ല, നമുക്ക് സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യമേ നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ബേബി നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ അവൻ ഉണർന്നതാ, അതുകൊണ്ട് അവന് നല്ല ഹാപ്പിയായി. കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഫുൾ ആൾക്കാരാണ്. അത് കണ്ടപ്പോൾ അവന് നല്ല എനർജറ്റിക്കായി. അകത്തേക്ക് കയറിയപ്പോൾ ഇവിടെ റമദാൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇഫ്താറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നു. ഫുഡ് സ്ട്രീറ്റിൽ ഫുള്ള് ക്രൗഡായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഓരോ സാധനങ്ങൾ മേടിക്കാനും, ഒരു സ്നാക്ക് മേടിക്കുകയാണെങ്കിലും ജ്യൂസ് മേടിക്കുകയാണെങ്കിലും നല്ല ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെ നിന്നതാ. ജിലു ആണ് കേട്ടോ മേടിക്കുന്നത്. വെറൈറ്റി ഓഫ് ജ്യൂസസും സ്നാക്സും എല്ലാം അവൈലബിൾ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ കാണാത്ത പല സ്നാക്സും ഇവിടെ കണ്ടു. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന പലതരം സ്നാക്സും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, എന്തൊക്കെ ഉണ്ടായാലും നോമ്പിന് ജ്യൂസ് മസ്റ്റല്ലേ. നമ്മൾ ആദ്യം പോയത് ജ്യൂസ് മേടിക്കാനാണ്. കുറച്ച് വെയിറ്റ് ചെയ്യണം, വെയിറ്റൊക്കെ ചെയ്തിട്ട് ജ്യൂസൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് കുനാഫ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുനാഫയിലും വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എവ്രി ഇയർ ഉണ്ടാവും. ഈ ഇയറും അങ്ങനെ തന്നെയാണ്. ഒരു 20 to 30 കൗണ്ടർ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ കൗണ്ടറും ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അങ്ങനെ നമുക്കിഷ്ടമുള്ള സ്നാക്സൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ട്രൈ ചെയ്യാത്ത പല സ്നാക്സും നമ്മൾ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇവിടെ ഇരിക്കാനൊന്നും പ്ലേസ് കിട്ടിയില്ല. നമ്മൾ പോയത് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്നാക്സും ജ്യൂസസൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്കാണ് വന്നത്. സ്വീറ്റ്സൊക്കെ എനിക്ക് നോർമലി ഇഷ്ടമല്ല. പക്ഷേ ഇവിടുത്തെ സ്നാക്സിൻ്റെ, സ്വീറ്റുള്ള സ്നാക്സിൻ്റെ ഉണ്ടല്ലോ, ലുക്ക് കാണുമ്പോൾ എന്തായാലും മേടിച്ച് കഴിക്കാൻ തോന്നുക. അങ്ങനത്തെ ലുക്കൊക്കെ ആയിരുന്നു. മുസ്ലിംസ് മാത്രമല്ല കേട്ടോ, എല്ലാ റിലീജിയൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ നമ്മൾ വന്നത് കുറച്ച് വൈകിപ്പോയി. എന്തായാലും പോവുകയാണെങ്കിൽ ഈവനിങ് തന്നെ പോകണം. അപ്പോൾ സീറ്റൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആസ്വദിച്ചിട്ടെല്ലാം കഴിക്കാനും പറ്റും. ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമായിരിക്കും. ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളുമായിട്ട് എന്തായാലും പുതിയ വീഡിയോയിൽ വരാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.